അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. സ്നേഹമുള്ള സഹോദരങ്ങളെ, അള്ളാഹു മനുഷ്യർക്ക് നൽകിയ അനുഗ്രഹങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണല്ലോ സന്താനങ്ങൾ. ഏതൊരു അനുഗ്രഹവും ഇല്ലാതിരിക്കുമ്പോഴാണ് അതിൻ്റെ വിലയും നിലയും അറിയുകയുള്ളൂ. സന്താന സൗഭാഗ്യം ലഭിക്കാത്ത ഒട്ടനവധി ആളുകൾ മുൻ കാലഘട്ടത്തെ അപേക്ഷിച്ച് ഈ കാലഘട്ടത്തിലുണ്ട്. നാം അവരുമായി അടുത്ത് ഇടപഴകുമ്പോഴാണ് അവരുടെ വേദനയുടെ ആഴവും പരപ്പും നമുക്ക് മനസ്സിലാവുകയുള്ളൂ. എന്നാൽ സന്താന സൗഭാഗ്യം ലഭിക്കാത്ത ദമ്പതികൾ കൃത്യമായി ചികിത്സ തേടുകയും സന്താന സൗഭാഗ്യത്തിനായി നിരാശയില്ലാതെ പ്രതീക്ഷയോടെ നാഥനോട് പ്രാർത്ഥിക്കണം. ഏത് പ്രതികൂല സാഹചര്യവും അനുകൂലമാക്കാൻ കഴിയുന്ന റബ്ബിനോട് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയും സക്കരിയ നബി അലൈഹി സ്വലാത്തു വസ്സലാമയും ദുആ ചെയ്തതുപോലെ ദുആയിരക്കണം. സന്താനങ്ങൾ നൽകലും നൽകാതിരിക്കലും അള്ളാഹുവിൻ്റെ അധീനതയിലും അധികാരത്തിലും പെട്ടതാണ്. സൂറത്ത് ശൂറയിലെ 49-ാമത്തെ വചനത്തിൽ ഇപ്രകാരം കാണാം: ലില്ലാഹി മുൽക്കുസ് സമാവാതി വൽ അർദി യഖ്ലുഖു മാ യശാ യഹബു ലിമൻ യശാഉ ഇനാസ വയഹബു ലിമൻ യശാഉ ദുക്കൂറ ഔ യുസവ്വിജുഹും ദുക്റാനൻ വഇനാസ വയജ്അലു മൻ യശാഉ അഖീമ ഇന്നഹു അലീമുൻ ഖദീർ. അള്ളാഹുവിനാകുന്നു ആകാശങ്ങളുടെയും ഭൂമിയുടെയും ആധിപത്യം. അവൻ ഉദ്ദേശിക്കുന്നവൻ സൃഷ്ടിക്കുന്നു. അവൻ ഉദ്ദേശിക്കുന്നവർക്ക് അവൻ പെൺമക്കളെ പ്രദാനം ചെയ്യുന്നു. അവൻ ഉദ്ദേശിക്കുന്നവർക്ക് അവൻ ആൺമക്കളെയും പ്രദാനം ചെയ്യുന്നു. അല്ലെങ്കിൽ അവർക്ക് അവൻ ആൺമക്കളെയും പെൺമക്കളെയും ഇടകലത്തി കൊടുക്കുന്നു. അവൻ ഉദ്ദേശിക്കുന്നവരെ അവൻ വന്ധ്യരാക്കുകയും ചെയ്യുന്നു. തീർച്ചയായും അവൻ സർവജ്ഞനും സർവശക്തനുമാകുന്നു. സഹോദരങ്ങളെ, ഈ ആയത്ത് ഏതൊരാൾക്കും നിരാശയില്ലാതെ പ്രതീക്ഷയോടെ ഊർജ്ജസ്വലതയോടെ മുന്നേറാൻ സഹായകമാകും. അതോടൊപ്പം സന്താന സൗഭാഗ്യം ലഭിച്ചവർ നമ്മുടെ മക്കൾ നമുക്ക് ഇഹത്തിലും പരത്തിലും ഉപകാരപ്പെടുന്നവരാകാൻ വേണ്ട ശ്രദ്ധയും ജാഗ്രതയും കൈക്കൊള്ളണം. എന്നാൽ ഒട്ടുമിക്ക മാതാപിതാക്കളും മക്കളുടെ കാര്യത്തിൽ നിരാശയിലും വിഷമത്തിലുമാണ്. അനുസരണക്കേട് കാണിക്കുന്ന ധിക്കാരത്തിൽ മുന്നോട്ടു പോകുന്ന മക്കൾ, മാതാപിതാക്കളുടെ ഉപദേശങ്ങളെ അറപ്പോടെ വെറുപ്പോടെ കാണുന്ന സന്തതികൾ. ഇത്തരം അവസ്ഥയിൽ ഒട്ടുമിക്ക മാതാപിതാക്കളും ആയുധം വെച്ച് കീഴടങ്ങലാണ്. അവരൊന്നും നന്നാവില്ല, അവർ അവരുടെ പാട്ടിന് പോവട്ടെ എന്ന് പറയുന്നവർ നമ്മളൊരാളും ആ കൂട്ടത്തിൽ പെടാൻ പാടില്ല. നാം ഓരോരുത്തരും മാതാപിതാക്കൾ എന്ന നിലക്ക് നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കണം. ജനിക്കാൻ കാരണക്കാരനായി എന്നതുകൊണ്ട് പിതാവാവുകയില്ല, പ്രസവിച്ചു എന്നതുകൊണ്ട് മാതാവുമാവുകയില്ല. മക്കൾക്ക് നൽകേണ്ട രൂപത്തിൽ നൽകേണ്ട സമയത്ത് നൽകി അവരെ പടിപടിയായി വളർത്തിക്കൊണ്ടുവരണം. ഏതൊരു മകനും ഏതൊരു മകൾക്കും ആദ്യത്തെ ഗുരുനാഥയും തൻ്റെ ഉമ്മയും ഉപ്പയുമാണ്. അതിനാൽ മാതാപിതാക്കൾ എന്ന നിലക്ക് നാം മാതൃകാ വ്യക്തിത്വങ്ങളാവണം. സുബഹിക്ക് കിടന്നുറങ്ങുന്ന നമസ്കാരത്തിൽ കൃത്യതയും കണിശതയും ഇല്ലാത്തൊരു പിതാവിന് നമസ്കാരത്തിൽ ശ്രദ്ധയില്ലാത്തൊരു മകനെ ഉപദേശിക്കാൻ അർഹതയില്ല. ഉപദേശിച്ചാൽ തന്നെയും ആ ഉപദേശം സ്വീകരിക്കാൻ മകനും തയ്യാറാവുകയില്ല. വേഷവിധാനത്തിൽ ഒട്ടും ശ്രദ്ധിക്കാത്ത ഒരു ഉമ്മാക്ക് തൻ്റെ മോൾ ആഭാസകരമായ വേഷവിധാനവുമായി സ്കൂളിലേക്കോ കോളേജിലേക്കോ പോകുമ്പോൾ ഇടപെടാൻ ഒരിക്കലും സാധ്യമല്ല. അതിനാൽ നാം ഓരോരുത്തരും നമ്മുടെ മക്കളുടെ ഭൗതിക വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിൽ കാണിക്കുന്ന ശ്രദ്ധയും ജാഗ്രതയും ദീർഘവീക്ഷണവും ധാർമ്മിക ബോധവും ധാർമ്മിക ശിക്ഷണവും നൽകുന്ന കാര്യത്തിൽ നൽകണം. തന്നെ സൃഷ്ടിച്ച് തനിക്ക് വേണ്ട എല്ലാ അനുഗ്രഹങ്ങളും നൽകിയ നാഥനെ, സൃഷ്ടാവിനെക്കുറിച്ച് കൃത്യമായൊരു ചിത്രം കുരുന്നിലെ നമ്മുടെ മക്കളുടെ മനസ്സിൽ നാം വരച്ചു കൊടുക്കണം. നമുക്ക് വെളിച്ചമായി മാർഗദർശനമായി അവതീർണമായ ഖുർആൻ നമ്മുടെ മക്കൾക്ക് അറിയണം. അതിനുള്ള അവസരങ്ങൾ, പഠിക്കാനുള്ള അവസരങ്ങൾ നാം ഉണ്ടാക്കി കൊടുക്കണം. സഹോദരങ്ങളെ, കുടുംബാന്തരീക്ഷത്തിൽ വീടിനുള്ളിൽ ദീനിനെക്കുറിച്ചുള്ള ചർച്ചകൾ നടക്കണം. മക്കളും മാതാപിതാക്കളും തുറന്ന ചർച്ചകൾ നടക്കണം. മക്കളോടുള്ള സ്നേഹം മനസ്സിൽ കൊണ്ടു നടക്കാനുള്ളതല്ല, അത് പിശുക്കില്ലാതെ പ്രകടിപ്പിക്കുകയും വേണം. മക്കൾക്ക് തങ്ങളുടെ എല്ലാ കാര്യങ്ങളും തുറന്നു പറയാനുള്ളൊരിടമായി നമ്മുടെ വീടുകൾ മാറണം. വാപ്പ വീട്ടിലേക്ക് കയറി വരുമ്പോൾ മകൻ പിറകിലൂടെ ഇറങ്ങിപ്പോകുന്നൊരവസ്ഥ അല്ല നമ്മുടെ വീടുകളിൽ വേണ്ടത്. വീട്ടിൽ 6 പേരുണ്ടെങ്കിൽ 6 പേരും ഓരോ മൂലയിൽ ഫോണിൽ തോണ്ടിക്കൊണ്ടിരിക്കുന്ന പ്രവണതയും അവസാനിപ്പിക്കണം. എല്ലാ കാര്യത്തിലും നമ്മുടെ കരുതലും ജാഗ്രതയും ഉള്ളതോടുകൂടി തന്നെ നമ്മുടെ മക്കൾ സ്വാലിഹീങ്ങളാകാൻ, നമ്മുടെ മക്കളെ നമുക്ക് ഇഹത്തിലും പരത്തിലും ഉപകാരപ്പെടാൻ ആത്മാർത്ഥമായി ഇഖ്ലാസോടുകൂടി ഹൃദയസാന്നിധ്യത്തോടുകൂടി സൃഷ്ടാവിനോട് ദുആ ചെയ്യണം. മഹാനായ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം പ്രാർത്ഥിച്ചതുപോലെ റബ്ബി ജ്അൽനി മുഖീമസ്സലാം വമിൻ ദുരിയത്തി റബ്ബനാ വതഖബ്ബൽ ദുആ റബ്ബനാ ഇഗ്ഫിർ ലി വലിവാലിദിയ വലിൽ മുഅ്മിനീന യൗമ യഖൂമുൽ ഹിസാബ്. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അവൻ്റെ അനുഗ്രഹത്തിൻ്റെ സ്വർഗത്തിൽ കൂട്ടുകുടുംബങ്ങളോടൊപ്പം ഭാര്യ സന്താനങ്ങളോടൊപ്പം ഒത്തുചേരാൻ റഹ്മാനായ റബ്ബ് നമ്മെ തുണക്കുമാറാകട്ടെ. വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ അവതരിപ്പിക്കുന്ന നേർവഴി എല്ലാ ദിവസവും ഏതാനും മിനിറ്റുകൾ സാമൂഹിക, വൈയക്തിക, കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു. അറിയുക, അറിയിക്കുക. നേർവഴി. Peace Radio. Tune to reality.